എഗെയിൻ വെൽക്കം. ഇന്ന് രണ്ട് സാധനം കാണിക്കാനാണ് വന്നിരിക്കുന്നത്. ദെൻ ഇതാണ് കേട്ടോ, എൻ്റെ ഫുഡ് വെയർ ആണ്. മിന്ത്ര സെയിലിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാൻ ഭയങ്കരമായിട്ട് നോക്കിയെടുക്കുന്ന ഒരാളാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ട സാധനം അല്ല എന്നുണ്ട് ഏത് വില, ഇത്രയും വില കുറച്ച് വെറുതെ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ മേടിക്കത്തില്ല. ഇങ്ങനെ സെയിലൊക്കെ ഞാൻ നോക്കി വാങ്ങിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് എൽ പാസോയുടെ ഒരു ഫുഡ് വെയർ ആണ്. എനിക്ക് ആംഗിൾ ലെങ്ത് ബൂട്ട്സ് വേണമെന്നുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല. ദെൻ റോഡ് സ്റ്റാറിന് നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. ദെൻ നല്ല റേറ്റിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. ദെൻ ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഗ്രിപ്പൊക്കെയാണ്, നമുക്ക് ഓടിക്കളിക്കാം, ചാടിക്കളിക്കാം, തലയും കുത്തി മറിയാം. വൈറ്റ് ഡീറ്റെയിലിംഗ് ഒക്കെ ആയിട്ടുള്ള അതിൻ്റെ ആ ഒരു സ്ട്രിങ്സും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. പിന്നെ ഇവിടെ അത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വില പറയുകയാണെങ്കിൽ വൺ സെക്കൻഡ്, ഇതിൻ്റെ വില പറയുകയാണെങ്കിൽ ഞാൻ മേടിച്ചത് 589 രൂപയ്ക്കാണ്. എനിക്ക് കൂപ്പൺ റെഡീം ചെയ്ത് ആ ടൈമിലെ ആ വിലയ്ക്കാണ് കിട്ടിയത്. ഇതിൻ്റെ യഥാർത്ഥ വില നോക്കട്ടെ, കിട്ടുന്നില്ലല്ലോ. ഇതിൻ്റെ യഥാർത്ഥ വില ഞാൻ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. അല്ല, മെൻഷൻ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ഇത് ഈ വിലയുടെ അടുത്ത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. സോ ഇതിനകത്തൊന്നും തെളിയുന്നില്ല. എന്തായാലും എനിക്ക് കിട്ടിയത് 589 രൂപയ്ക്കാണ്. എൽ പാസോ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണിത് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തെ ഡീറ്റെയിലിംഗ് ഇങ്ങനെയൊക്കെ വന്നിട്ട് കുറച്ച് സ്റ്റൈലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എനിക്ക് ആഷ് വെയർ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്കിത് ഭയങ്കരമായിട്ടും ഇതാണ്. സ്കിന്നി ജീൻസിൻ്റെ കൂടെ, ഈവൻ നമുക്ക് വൈഡ് ലെഗ് ജീൻസിൻ്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യാം. ജീൻസിൻ്റെ കൂടെ പോകുന്ന ഏറ്റവും നല്ലൊരു ഡീറ്റെയിലിംഗ് ഉള്ളൊരു ഷൂ ആണ്. ഇതിൻ്റെ കറുപ്പുണ്ട്, ചുമപ്പുണ്ട്, വെള്ളയുണ്ട്. എനിക്കിതാണ് ഫേവറേറ്റ്. ഓക്കെ, ദെൻ അതാണ്. ഓക്കെ പിന്നെ ഞാൻ ഒരുപാട് നോക്കി നടന്ന് സ്ട്രീറ്റ് സ്റ്റൈൽ സ്റ്റോറിൽ നിന്നൊക്കെ നോക്കി ഞാൻ ഇട്ടതുകൊണ്ടാട്ടോ. ഇങ്ങനെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഒരു പ്രാവശ്യം ഇട്ടതേ ഉള്ളൂ. ബട്ട് ഐ ലവ് ദിസ് പീസ്. ഓ മൈ ഗോഡ്, എന്തൊരു കംഫർട്ടാണെന്നറിയാവോ. എൻ്റെ കാല് 38 സൈസ്. വണ്ണം ഉണ്ടെങ്കിൽ അതിലും കൂടും. എൻ്റെ കാലിന് കുറച്ചുകൂടെ വണ്ണം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഫ്ലഷി ആണെങ്കിൽ കുറച്ചുകൂടെ സൈസ് കൂടും. അത് ഡിപ്പെൻസ് ഓൺ ദ ബ്രാൻഡ്സ്. പക്ഷേ എപ്പോഴും കോൺസ്റ്റൻ്റ്ലി 38. സോ എനിക്ക് ഭയങ്കര സംശയമായിരുന്നു, പക്ഷെ എനിക്ക് കിട്ടി കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് കണ്ടോ, ഭയങ്കര രസമാണ്. നമുക്ക് കാഷ്വലിൻ്റെ കൂടെ, ഡ്രസ്സുകളുടെ കൂടെ, ജീൻസ് സ്കേർട്ടിൻ്റെ കൂടെ, സ്കേർട്ടുകളുടെ കൂടെ, എത്നിക് അല്ലെങ്കിൽ നോർമൽ വിയറിൻ്റെ മാറ്റി വെച്ചാൽ നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഗ്രിപ്പുണ്ട്. ദെൻ കണ്ടോ, ചെറിയൊരു പൊക്കം കൂടും എന്നല്ലാതെ വലിയൊരു ഹീലിൻ്റെ എഫക്റ്റ് ഒന്നുമില്ല. നമ്മുടെ പൊക്കത്തിന് തുള്ളിയൊരു ഇത് കൂടുന്നല്ല, അതുകൊണ്ട് അതും ഓർക്കണ്ട. നമുക്ക് നോർമൽ ഹൈറ്റിലൊക്കെ തന്നെ ഇത് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് ഓടാം ചാടാം, നോ പ്രോബ്ലം. ഇത് റോഡ് സ്റ്റാറാണ്. മൈ ഫേവറേറ്റ് ക്ലോത്ത് ബ്രാൻഡ്. ടോക്കിയോ ടോക്കീസ്, റോഡ് സ്റ്റാർ, ഇതൊക്കെയാണ് മിന്ത്രയിൽ. ദെൻ റോഡ് സ്റ്റാർ നിങ്ങൾക്ക് കാണാമല്ലോ. പിന്നെ ഇതിനെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല, കംഫർട്ടബിൾ ആണ്. ഞാനത് ഇട്ട് കാണിക്കാം. ഓക്കെ, ഞാൻ ഷോർട്സിൽ അത് കാണിക്കുന്നതായിരിക്കും, സ്റ്റൈൽ ചെയ്ത് കാണിക്കാം. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലത്. ഇപ്പം എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ ഷോർട്സിൽ കാണിക്കുന്നതായിരിക്കും. എല്ലാവരും പോയി ഷോർട്സ് കാണണം. ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം ഷാലസ് ബൈ ഗുഡ് സ്റ്റൈൽ.